ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് നിമിഷവും അടിയന്തര സാഹചര്യങ്ങൾ വന്നേക്കാം. അതൊരു മെഡിക്കൽ അത്യാഹിതമോ, ഒരു അപകടമോ, തീപിടുത്തമോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമോ ആകാം. അത്തരം ഘട്ടങ്ങളിൽ ശരിയായ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് അതിവേഗം വിളിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ഇന്ത്യയിൽ പോലീസ്, ആംബുലൻസ്, ഫയർ സർവീസുകൾ, വനിതാ ശിശു സംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകൾക്കായി പ്രത്യേക ദേശീയ അടിയന്തര നമ്പറുകൾ നിലവിലുണ്ട്. സഹായം ഒരു കോൾ അകലെ ലഭ്യമാക്കുന്ന ഈ നമ്പറുകൾ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ അടിയന്തര സാഹചര്യങ്ങൾക്കുമുള്ള ഒരൊറ്റ നമ്പർ എന്ന നിലയിലാണ് 112 പ്രവർത്തിക്കുന്നത്. പോലീസ്, ആംബുലൻസ്, ഫയർ എന്നിങ്ങനെ എല്ലാ സേവനങ്ങൾക്കും ഈ നമ്പറിൽ വിളിക്കാം. 112 ഡയൽ ചെയ്യുന്നത് നിങ്ങളെ ഏറ്റവും അടുത്തുള്ള അടിയന്തര സേവനവുമായി വേഗത്തിൽ ബന്ധിപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങൾ, മോഷണങ്ങൾ, സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ 100 എന്ന നമ്പറിൽ വിളിക്കാം. ഈ നമ്പർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. പതിറ്റാണ്ടുകളായി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു വിശ്വസ്ത ഹെൽപ്പ് ലൈൻ ആണ് ഇത്. ഗർഭിണികൾക്കും കുട്ടികൾക്കും സൗജന്യ ആംബുലൻസ് സേവനങ്ങൾക്കായി 102 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതേസമയം മെഡിക്കൽ അത്യാഹിതങ്ങൾ, ഗുരുതരമായ പരിക്കുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്നിവയ്ക്ക് 108 എന്ന നമ്പറിൽ വിളിക്കാം. തീപിടുത്തം, സ്ഫോടനം അല്ലെങ്കിൽ ഗ്യാസ് ചോർച്ച എന്നിവയുണ്ടായാൽ 101 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വേഗത്തിലുള്ള പ്രതികരണത്തിനായി നിങ്ങളുടെ സ്ഥലം വ്യക്തമായി അറിയിക്കുക. ഈ ഹെൽപ്പ് ലൈൻ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ലഭ്യമാണ്. സുരക്ഷയ്ക്കും പിന്തുണയ്ക്കും വേണ്ടി ചില പ്രത്യേക ഹെൽപ്പ് ലൈനുകളും ലഭ്യമാണ്. സ്ത്രീകൾക്ക് നേരെ അതിക്രമം നേരിടുമ്പോഴോ അപകടത്തിലാകുമ്പോഴോ സഹായത്തിനായി 1091 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ ഉപയോഗിക്കാം. ബാലപീഡനം റിപ്പോർട്ട് ചെയ്യാനോ ദുരിതത്തിലായ കുട്ടികളെ സഹായിക്കാനോ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം. കൂടാതെ വെള്ളപ്പൊക്കം, ഭൂകമ്പം അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ സഹായം തേടാൻ ദുരന്ത നിവാരണ നമ്പറായ 1078 ഉപയോഗിക്കാം. ട്രെയിൻ യാത്രകളിലെ സഹായത്തിനായി 139 എന്ന റെയിൽവേ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നു. ഓൺലൈൻ തട്ടിപ്പ്, സൈബർ കുറ്റകൃത്യം തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യാൻ 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ ഉപയോഗിക്കാം. ഓർമ്മിക്കുക, നിങ്ങളുടെ വീടിന്റെ വാതിലുകൾ പൂട്ടുന്നത് പോലെയും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് പോലെയും ഈ അടിയന്തര നമ്പറുകൾ എപ്പോഴും കൈവശം വെക്കുന്നത് വളരെ പ്രധാനമാണ്.